സീലാൻഡിന് ഒരു രാജ്യത്തിന്റെ തന്നെ പോലെ അതിൻ്റെതായ ഭരണഘടന, പതാക, ദേശീയഗാനം, പാസ്പോർട്ടുകൾ, സ്റ്റാമ്പുകൾ എല്ലാം ഉണ്ട്. ചെറിയ രാജ്യമാണെങ്കിൽ പോലും സീലാൻഡ് ഡിജിറ്റൽ മാറ്റങ്ങളും വളർച്ചയും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സീലാൻഡിന്റെ ഘടന വളരെ വ്യത്യസ്തമാണ്. ഇതിന്റെ പ്ലാറ്റ്ഫോമിന് ഏകദേശം 4000 ചതുരശ്ര അടിയാണുള്ളത്. ഒരു ഡെക്കിൽ വലിയ 2 ടവറുകൾ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സീലാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. താമസ സൗകര്യങ്ങൾ, പവർ ജനറേറ്റർ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. സീലാൻഡിലെ ജനസംഖ്യയും എടുത്തു പറയേണ്ട ഒന്നാണ്. വളരെ കുറവ് ജനസംഖ്യയാണ് സീലാൻഡിലുള്ളത്. 2002 കണക്കനുസരിച്ച് 27 പേർ മാത്രമാണ് സീലാൻഡിൽ ഉണ്ടായിരുന്നത്. സീലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് രാജ്യത്തിന്റെ നാണയങ്ങളും സ്റ്റാമ്പുകളും ഇഷ്യൂ ചെയ്യുന്നതിലും വിനോദസഞ്ചാരത്തിലും സീലാൻഡ് തീം മർച്ചൻഡൈസ് ചെയ്യുന്നതിലുമൊക്കെയാണ്. ഈ രാജ്യം കാണാനായി എത്തുന്നവർക്ക് മറ്റേത് രാജ്യത്തെയും പോലെ പല വെരിഫിക്കേഷനിലൂടെയും കടന്നു പോകേണ്ടി വരും. ഇംഗ്ലീഷാണ് ഇവിടുത്തെ ഭാഷ. സീലാൻഡ് ഡോളറാണ് കറൻസി. പ്രാദേശികമായി മാത്രം ഉപയോഗിക്കാവുന്ന കറൻസിയാണിത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ കറൻസി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. സ്വതന്ത്ര രാഷ്ട്ര അംഗീകാരത്തിനായി പോരാടുന്ന ഒരു ചെറു രാജ്യത്തിന്റെ പോരാട്ടത്തെ പല കലാകാരന്മാരും റൊമാന്റിസൈസ് ചെയ്യുകയും മറ്റു പല എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രചോദനമാവുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല ഡോക്യുമെന്ററികളുടെയും വാർത്താ ലേഖനങ്ങളുടെയും പ്രധാന വിഷയം കൂടിയാണ് ഈ ചെറുരാജ്യം. കടലിന്റെ നടുക്കുള്ള ഈ കുഞ്ഞു രാജ്യത്തിന് ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യമായി തന്നെ തുടരുന്നു. പ്രശ്നഭരിതമായ ചരിത്രമുണ്ടെങ്കിലും സീലാൻഡ് ഇപ്പോഴും ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ്. സന്ദർശകർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ബോട്ട് യാത്ര നടത്താനും അതിന്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും.